പി കൃഷ്ണദാസിലേക്ക് പോവുകയാണ്. കൃഷ്ണദാസ്, കേൾക്കാമോ? കേൾക്കാം. ബി ജെ പി പ്രതിനിധി പി കൃഷ്ണദാസ്, കേൾക്കാമോ? കൃഷ്ണദാസ്, കഴിഞ്ഞ തവണ 10 വർഷത്തെ കാലത്തെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ ഉയർത്തിക്കെട്ടിയാണ് ഇടതുമുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടതും ഈ ആരോഗ്യവകുപ്പ് തന്നെയായിരുന്നു. ബി ജെ പി ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ്. ഈ പറയുന്ന, അതായത് രാജ്യത്തിൻ്റെ മൊത്തം ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അനുവദിക്കുന്ന കാര്യങ്ങൾ, കേരളത്തിന് എയിംസ് ഉൾപ്പെടെയുള്ളവ കിട്ടാത്ത പരാതികൾ, അങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ബി ജെ പിയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ശ്രീകുമാർ, ഇതിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്രത്യേകമായി സ്വീകരിച്ചിരുന്ന ഒരു പൊതുനയം എല്ലാവർക്കും അറിയുന്നതാണ്. കൃഷ്ണദാസ്, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? പറഞ്ഞോളൂ. ഓക്കെ. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്രത്യേകമായി ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിൽ ഭരിക്കുന്നത് മോഡി സർക്കാരാണ്. മോഡി സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങൾ അവരെ എതിർക്കണം. അതിനെന്ത് വേണം? സർവമാന മേഖലയിലും സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളെ എതിർക്കണം. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു പ്രത്യേകമായിട്ടുള്ള നയം. രാജ്യത്ത് ഒരു സംസ്ഥാനവും സ്വീകരിക്കാത്ത, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് കമ്മീഷന്റെ ഭാഗമായി അതല്ലെങ്കിൽ സെൻട്രലി എയ്ഡഡ് പ്രോജക്ടുകളുടെ ഭാഗമായി കിട്ടേണ്ട ഫണ്ടുകൾ പരമാവധി ഒരു സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്നതിന് പകരം അതെല്ലാം തടസ്സപ്പെടുത്തുക, അതിനെല്ലാം തടസ്സം നിൽക്കുക എന്നൊരു പൊതു നയമാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ ചില മേഖലകളിൽ അതിന് വിരുദ്ധമായി സെൻട്രൽ ഫണ്ട് സ്വീകരിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ 2968 കോടി രൂപയാണ് ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് എന്നുള്ള നിലക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് മാത്രമായി കിട്ടിയത്. അതായത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി കിട്ടിയിട്ടുള്ള തുക എന്ന് പറയുന്നത് 2968 കോടി രൂപയാണ്. ഇനി NHM പദ്ധതിയുടെ ഭാഗമായി, നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ NHM പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന് കിട്ടിയത്, കഴിഞ്ഞ ഫിനാൻസ് പീരീഡിൽ കിട്ടിയത് 913 കോടി രൂപയാണ്. അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കിട്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇപ്പൊ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുമായിരുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പൊ നമ്മുടെ PM ശ്രീയെ സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതിയെ നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചു. എത്രയാണ് ജനങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസിന്റെ പദ്ധതിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? 5 ലക്ഷം രൂപയാണ്. അതിൽ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സാധാരണ നിലക്ക് ഈ PMJY വഴി കിട്ടേണ്ട ഫണ്ടിനെ നേരിട്ട് ആളുകൾക്ക് കിട്ടാനുള്ള, സാധാരണക്കാർക്ക് കിട്ടാനുള്ള അവസരം ഒരുക്കുന്നതിന് പകരം കേരളത്തിലെ കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിനെ മെർജ് ചെയ്തു. ഇതാണ് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ പ്രധാനമായി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നതിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതിന്റെ തുടർച്ചയിലേക്ക് ഈ ഗവൺമെന്റ് പോയാൽ ഈ ഗവൺമെന്റ് പരാജയപ്പെടും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ഗവൺമെന്റ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥതയും അതോടൊപ്പം തന്നെ അഴിമതിയും, പ്രത്യേകിച്ച് നിപ്പയുടെ കാലഘട്ടത്തിൽ, കൊറോണയുടെ കാലഘട്ടത്തിൽ, മഹാമാരികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, പ്രളയമുണ്ടായ കാലഘട്ടത്തിലൊക്കെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ പർച്ചേസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ച, അതല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത, അഴിമതി എത്രയോ ഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ്, എത്രയോ ഘട്ടങ്ങളിൽ ചർച്ചയായതാണ്. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും എന്ന് പറഞ്ഞു. സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഒരു അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ഗവൺമെന്റ്, പ്രത്യേകിച്ച് 2ാം LDF ഗവൺമെന്റ് നേരിട്ട പോലെ അത്രയും വലിയ ആരോപണം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് നേരിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രയേറെ കുത്തഴിഞ്ഞും അത്രയേറെ കെടുകാര്യസ്ഥതയുടെയും ഭാഗമായി ആ മേഖല തന്നെ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. മറുഭാഗത്ത് ഈ ഒന്നുകിൽ NHM പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികൾ മുതൽ താഴെത്തട്ടിലേക്ക് പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കേണ്ട മേഖലകളിൽ അവിടെ എന്തെങ്കിലും സൗകര്യങ്ങളുടെ വർധനവ് വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ എല്ലാ ജില്ലയിലും ഒരു സംസ്ഥാനത്ത് ഒരു ആശുപത്രി ജില്ലാ കേന്ദ്രങ്ങളിൽ സജീവമായി അതിന്റെ പൂർണ്ണമായിട്ടുമുള്ള ബെനിഫിറ്റുകളും സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കുകയും ഫണ്ട് വകയിരുത്തുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റ്, തിരുവനന്തപുരത്ത് 2ാമതൊരു മെഡിക്കൽ കോളേജിന് 150 കോടി രൂപയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന
കൊടുക്കുന്ന സെൻട്രലി എയ്ഡഡ് ആയിട്ട് വരേണ്ട ഫണ്ടുകൾ, അതിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDF ഗവൺമെന്റ് പോയത്. ഈ ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ അതിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുകയും തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ആ തരത്തിലൊരു മാറ്റത്തിന്റെ സൂചനയായിട്ട് വേണം കാണാൻ. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എയിംസിനെ സംബന്ധിച്ചാണ്. എന്താണ് എയിംസ് വരാത്തതിന്റെ കാരണം? പ്രധാനമായും നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ എയിംസ് സാങ്ഷൻ ചെയ്തിട്ട് വർഷം 4 കഴിഞ്ഞു കേരളം അടക്കമുള്ള കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്. അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപ്പാക്കണം, അതിന്റെ വയബിലിറ്റിയെ സംബന്ധിക്കുന്ന സ്ഥലം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, അതിന്റെ പാരാമീറ്റേഴ്സിനുള്ളിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ വേണം കൊടുക്കാൻ. ഇവിടെ സർക്കാർ എന്താ ചെയ്യുന്നത്? എയിംസ് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു MLA-യുടെ ഒരു മണ്ഡലത്തിലെ അല്ലെങ്കിൽ മന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നു, അവിടെ വരണമെന്ന് ആവശ്യപ്പെട്ട് അതിനുവേണ്ടി വാശി പിടിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? എയിംസ് വരുമ്പോൾ ഉണ്ടാകേണ്ട മാനദണ്ഡങ്ങൾ, അതിന്റെ ആക്സസിബിലിറ്റിയെ സംബന്ധിച്ച്, റോഡ് ആക്സസിബിലിറ്റിയെ സംബന്ധിച്ച്, എയർ ആക്സസിബിലിറ്റിയെ സംബന്ധിച്ച്, ജില്ലകളിലേക്കുള്ള ആക്സസിബിലിറ്റിയെ സംബന്ധിച്ച്, ഇതെല്ലാം അതിന്റെ പാരാമീറ്റേഴ്സിനുള്ളിൽ നിന്നുകൊണ്ടുള്ള എയിംസ് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാകും. അതൊന്നും പാലിക്കപ്പെടാൻ തയ്യാറാകുന്നില്ല. അതുപോലെ അതിന്റെ ലാൻഡിനെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം അന്ന് സൂചിപ്പിച്ചത് ഞങ്ങൾ സ്ഥലം കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ആ സ്ഥലം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താ കാരണം? ആവശ്യപ്പെട്ട സ്ഥലത്തിന്റെ പകുതി പോലും വരുന്ന സ്ഥലമല്ല കൊടുക്കുന്നത്, അതിനുള്ള ഫെസിലിറ്റികൾ ഒരുക്കാൻ പറ്റുന്ന സ്ഥലമല്ല കൊടുക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റി ആ സ്ഥലത്ത് തന്നെ വരണമെന്ന് വാശി പിടിക്കുമ്പോൾ കിട്ടുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വന്നല്ലോ. എയിംസിനെ സംബന്ധിച്ചുള്ള തർക്കമല്ല, അത് അലോട്ട് ചെയ്യുന്ന സ്ഥലത്തെ സംബന്ധിച്ച് നിലവിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്ഥലങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുന്നില്ല. അത് ഈ ശരി, അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെയൊക്കെ തിരിച്ചു വരാം.